ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് എവർക്കും സ്വാഗതം. നിരാശയും അതുപോലെ തന്നെ ഉത്സാഹക്കുറവും പരാജയഭീതിയും ആശങ്കയും അതുപോലത്തെ അലസതയും കൂടി വരുന്ന ഓരോരോ നിമിഷങ്ങളും കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ ശുഭഫലങ്ങളെ പറ്റി ചിന്തിക്കുകയും അശുഭ ദിവസത്തെപ്പറ്റി നമ്മൾ ശപിക്കുകയും നല്ല ദിവസത്തിനെ പറ്റി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാലം വരുമോ, അല്ലെങ്കിൽ നല്ല ദിവസങ്ങൾ ഉണ്ടാവുമോ, അതിൽ ഏതായിരിക്കും നല്ല ദിവസം, ഏതായിരിക്കും ചീത്ത ദിവസം, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും പരാതികളും ആശങ്കകളും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യങ്ങളും നടക്കാതെ വരിക, അതായത് വിവാഹം നടക്കാതെ വരിക, ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാതെ വരിക, കടബാധ്യതകൾ കൂടി വരിക, ആ കടബാധ്യതകളെ തേടിപ്പോകുന്ന കടങ്ങൾ വീട്ടാൻ വേണ്ടി നമ്മൾ ഓടി നടക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും വീണുപോവുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു ശുഭവാർത്ത എപ്പോൾ കിട്ടും, നല്ലൊരു ദിവസം എങ്ങനെ വരും എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ജാതകത്തെ നമ്മൾ പുച്ഛിക്കുകയും അല്ലെങ്കിൽ നമ്മളുടെ ജന്മത്തെ തന്നെ ശപിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഏതാനും ദിവസങ്ങൾ നല്ലതായി കിട്ടുമോ, ആ നല്ല ദിവസങ്ങൾ വരുമോ എന്ന് പറയും. പക്ഷേ എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളും അല്ല, എല്ലാ ദിവസങ്ങളും ദോഷ ദിവസങ്ങളും അല്ല. അത് നമ്മൾക്കും അറിയാം. ഏതെങ്കിലും ഒരു നല്ല ദിവസം വരാതിരിക്കില്ല എന്നുള്ളത്. കാരണം എപ്പോഴും ഓരോ ദിവസങ്ങളും നശിച്ച ദിവസമായി കടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല ആളുകാരും കമൻ്റായി ചോദിക്കാറുണ്ട്, ഈ ജീവിതത്തിൽ നല്ല ദിവസം ഉണ്ടാവുമോ എന്നൊരു സംശയത്തോടുകൂടി ചോദിക്കുന്ന സംഖ്യയിൽ ഇത് തീർച്ചയായിട്ടും പറയുന്ന സാഹചര്യത്തിൽ നല്ല ദിവസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെ പറയണം. കാരണം വെച്ച് പറഞ്ഞാൽ എപ്പോഴും തള്ളി നീക്കുന്ന ദിവസങ്ങളല്ല, നല്ല ദിവസങ്ങൾ നമ്മളെ തേടിയെത്തും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ, സന്തോഷ കാര്യങ്ങൾ, ശുഭവാർത്തകൾ, ശുഭഫലങ്ങൾ എന്നിവയെല്ലാം കേട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ലക്കിയായിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്, ഭാഗ്യം, അത് ലക്കി പറഞ്ഞാൽ ഭാഗ്യ ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്ന നക്ഷത്രക്കാരെ പറ്റിയാണ്. അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്ന നക്ഷത്രത്തെ പറ്റി പറയുന്ന സമയത്ത് ഈ 3 നക്ഷത്രങ്ങൾക്ക് 2, 3, 4 അതായത് ഓഗസ്റ്റ് 2, 3, 4 എന്നീ തീയതികൾ ശുഭകരമായി ശോഭിക്കാനുള്ള സാധ്യതകൾ ഏറെ കൂടി കാണുന്നുള്ള ഒരു ദിവസമായിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് പറയുന്നത്. അതായത് 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി ഓഗസ്റ്റ് മാസം. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്തായിരിക്കും നമ്മൾക്ക് ഫലിക്കുക എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെങ്കിൽ ആലോചിക്കും എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ശുഭകാര്യങ്ങൾ എന്തുമാവാം, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നടക്കുക, സാമ്പത്തികത വന്നു ചേരുക, അതായത് ബിസിനസ്സിൽ നല്ല ബിസിനസ് ഉണ്ടാകുക, കച്ചവടത്തിൽ മുൻപന്തിയിൽ നിൽക്കുക, കച്ചവടം കൂടുതലായി നടന്ന് അതിൽ നിന്ന് വരുമാനം കിട്ടുക, ബിസിനസ് നന്നായി നടക്കുക, ഭവന നിർമ്മാണത്തിന് മോടി പിടിപ്പിക്കുക, ഭവന നിർമ്മാണം തുടങ്ങി വയ്ക്കുക, ഒരു വാഹനം വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുക, ഗൃഹോപകരണങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുക, ഭാഗ്യകടാക്ഷത്തിലൂടെ ധനം കിട്ടുക, ധനഭാഗ്യം ഉണ്ടാവുക, കടത്തിൽ നിന്ന് മോചനം നേടുക, അല്ലെങ്കിൽ കടത്തെ കൊണ്ട് പൂർത്തി മുട്ടി നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് അന്നത്തെ ദിവസം കുറച്ച് ആശ്വാസകരമായി വരിക, ശുഭവാർത്തകൾ കേൾക്കാൻ നിൽക്കുക, ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്നും നല്ലൊരു വാക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോരോ നിമിഷങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വാക്കിനായി ചെവിയോർത്തിരിക്കുക എന്നുള്ള ഒരുപാട് പോകുമ്പോൾ മനസ്സ് വിങ്ങിപ്പൊട്ടി കരയുന്ന ഓരോരോ നിമിഷങ്ങളുണ്ടാവും. ആ ഓരോരോ നിമിഷങ്ങളെ നമ്മൾ എന്താ ഇന്നത്തെ ദിവസം ഇങ്ങനെ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. അങ്ങനെയുള്ള ദിവസത്തെ മറികടന്ന് നമ്മൾക്കൊരു ശുഭ ദിവസത്തെ പ്രതീക്ഷിച്ചിരിക്കുക, അതായത് നമ്മൾക്ക് നല്ല ദിവസം ഏതാണ്, ചീത്ത ദിവസം ഏതാണെന്ന് അറിയില്ല, കടന്നു പോകുന്ന സമയത്തായിരിക്കും ഇന്നത്തെ നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്ന് ചെയ്യുക. കാലത്ത് എണീറ്റ് വൈകുന്നേരം വരയ്ക്കും അല്ലെങ്കിൽ രാത്രി വരയ്ക്കും ഉറങ്ങാൻ കിടക്കുന്ന സമയം വരയ്ക്കും നമ്മൾ ഓരോ നല്ല ദിവസത്തെയും ഓരോ ദിവസത്തെയും ചിലപ്പോൾ സന്തോഷിക്കാറുമുണ്ട്, ചിലപ്പോൾ കരയാറുമുണ്ട്, ചിലപ്പോൾ ദുഃഖിക്കാറുണ്ട്, മനസ്സ് ആശങ്കപ്പെടാറുണ്ട്.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ദിവസമായി മാറുന്ന ഒരു ദിവസത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഉത്രാടം, തിരുവോണം, ഔട്ടം എന്ന ദിവസങ്ങളിൽ ഇവർക്ക്, അതായത് 2, 3, 4 എന്ന തീയതികളിലുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾ ശുഭഫലപരമായിട്ട് വരും എന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ആഹ്ലാദം തരുന്ന ഏതൊരു വിഷയമായിക്കോട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ നടന്നിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നടക്കാതെ പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാതുള്ള സാധ്യത പോലെ നമ്മുടെ എതിർദിശ പറഞ്ഞാൽ നമ്മുടെ ഭർത്താവിന് ഭാര്യ ആയിക്കോട്ടെ, ഭാര്യയ്ക്ക് ഭർത്താവായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിയാത്തവരാണെങ്കിൽ മാതാപിതാക്കളോട്ടെ, അവരുടെ നക്ഷത്രങ്ങൾ പോസിറ്റീവായിട്ട് വരുന്ന ദിവസങ്ങളാണെങ്കിൽ നമ്മൾക്ക് ഈ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ശുഭ ദിവസങ്ങളായിട്ട് തന്നെ ഭവിക്കും എന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ, അത് ഈ 2, 3 ദിവസം 4 എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ എന്തായാലും കേട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ദിവസത്തെ തിരഞ്ഞെടുത്തിട്ട് ഒരു മാസത്തിൽ ഇന്ന ദിവസങ്ങൾ നല്ലത് എന്നുണ്ട്. അതിനെ തിരഞ്ഞെടുത്ത് പറഞ്ഞിരിക്കുന്ന ദിവസമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2, 3, 4 ദിവസങ്ങൾ നിങ്ങൾ ശുഭ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. നമസ്കാരം.